കൊറേ നാളെ കണ്ടിട്ട്. വാ വാ കേറിക്ക്. എത്ര നാളായിടാ കണ്ടിട്ട്? അതേടാ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ. കോളേജിൽ പോന്നിട്ട് പിന്നെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഞങ്ങളുടെ ഫോൺ നമ്പറൊക്കെ ഇല്ലേ, ഇടയ്ക്ക് വിളിക്കാൻ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. നിങ്ങൾക്കും ആവാം ഇതൊക്കെ. പക്ഷെ ഞങ്ങൾ നിന്നെ കാണാറുണ്ടായിരുന്നു. എങ്ങനെ? സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമല്ലേ നീ. ഏതാടാ കുട്ടികള്? അതൊക്കെ പിന്നെ പറയാം, നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ. ഓ എന്നാ പറയാനാ, ഞാനിപ്പോ MBBS പ്രാക്ടീസ് ചെയ്യുന്നു. മമ്മിക്കും ഡാഡിക്കും ഒരേ നിർബന്ധം, എന്നെ ഡോക്ടറെ കാണണമെന്ന്. ഞാൻ നോക്കി പറഞ്ഞു. അതേതായാലും നന്നായതാ. നിന്നെ പോലെ തന്നെ അവളും. അതെന്നാടാ? ഒരു പ്രമുഖ IT കമ്പനിയിൽ പാർട്ട് ടൈം ജോലി. അല്ലാതെ അതെ. ഓ, ഇപ്പോഴെങ്കിലും ഒന്ന് കാണാൻ വരാൻ തോന്നിയല്ലോ. സന്തോഷം, നന്ദിയുണ്ട്. ഓ നിന്നെ ഞങ്ങൾക്ക് വേണ്ട. നിന്റെ സുന്ദരമായ മുഖം മീഡിയയിൽ ഒന്ന് കണ്ടപ്പോ കാണാൻ തോന്നി. ദേ ഇപ്പൊ കണ്ടല്ലോ, എന്നാ വിട്ടോ? അങ്ങനെയൊന്നും പോവാവുന്നതല്ല. എന്തോ ലക്ഷ്യമിട്ടുകൊണ്ടാണല്ലോ രണ്ടിന്റെ വരവ്. എടാ ഒരു ഹെൽപ്പ് വേണം. എന്താണാവും? ഒരു 5000 വക്ക് കൊടുക്കണം. പിന്നെ പിന്നെ മടക്കി തരും. നിന്റെയൊക്കെ സ്വഭാവം എനിക്ക് അറിയില്ലേ, ഇപ്പൊ തന്നെ തിരിച്ചു കിട്ടും. അല്ല, നീ വലിയ കോടീശ്വര പുത്രിയാണല്ലോ, നിനക്ക് കൊടുക്കാൻ മേലായിരുന്നോ? അതല്ലടാ, ഡാഡിയോടും മമ്മിയോടും ഈ മാസം മേടിക്കാൻ തന്നെ മാക്സിമം മേടിച്ച്. ഇനി കിട്ടൂല. കൊള്ളാം, എന്തുവാടാ ഇത്? എടാ നമ്മൾ ഇപ്പഴല്ലേ അടിച്ചു പൊളിക്കേണ്ടത്. മനസ്സിലായി മനസ്സിലായി. അതാണല്ലേ രണ്ടും കൂടി ഇങ്ങനെ ഇറങ്ങിയത്. അത് പിന്നെ ശരി ശരി, പൈസയൊക്കെ ഞാൻ തരാം. കോളേജിലായിരുന്ന ടൈമിൽ നമ്മൾ മൂന്നും കൂടി ഒപ്പിച്ച കുരുത്തക്കേടുകളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ആ ശീലം ഇപ്പോഴും ഉണ്ടല്ലേ നിനക്ക്? ഇപ്പൊ അത്രയ്ക്കൊന്നും ഇല്ലടാ, നമ്മൾ മൂന്നുപേരും കൂടി ചേരുമ്പോഴായിരുന്നു പൊളി. എന്ത് രസമായിരുന്നല്ലേ. നീ എന്താ പാടുവൊന്നും മിണ്ടാത്തെ? അത് പിന്നെ നിനക്ക് ഇവിടെ അറിയാവുന്നതല്ലേ. പണ്ടും സംസാരമില്ല, പ്രവൃത്തി മാത്രം. അടിച്ചു പൊളിക്കാൻ. നമ്മൾ മൂന്നുപേരും ചെന്നപ്പോൾ നല്ല മഴയും വന്നു. നല്ല മഴയാണ്. ഇപ്പൊ നിങ്ങളെ പോലത്തെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ വേറെ എവിടെ കിട്ടാനാണ്? ഇവിടെ ഇത് തന്നെയാ പറയുന്നത്. അഞ്ജുന്റെ ഫോണിലേക്ക് അയക്കണോ പാറിന്റെ ഫോണിലേക്ക് അയക്കണോ? അത് പിന്നെ എന്റെ ഫോണിലേക്ക് അയച്ചാൽ മതി. അയച്ചിട്ടുണ്ട്, നോക്ക്. വന്നു. ഇനി പറയടാ, ആ കുട്ടികളെ കുറിച്ച് അറിഞ്ഞപ്പോൾ നമുക്ക് മാറിയെ കാണണമെന്നുണ്ട്. അതിനെന്താ, കാണാമല്ലോ. ഉടനെ തന്നെ അവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നിങ്ങളെ വിളിക്കാം, നമുക്ക് ഒരുമിച്ച് പോയവരെ കാണാം. എന്താ അതുപോലെ? എന്നിട്ട് അവരുടെ സംരക്ഷണം നീ മുഴുവൻ ഏറ്റെടുക്കാൻ പോകുവാണോ? ആണോന്ന് ചോദിച്ചാൽ അല്ലാതെ വേറെ മാർഗമില്ലടാ. സ്വന്തമെന്ന് പറയാൻ അതുങ്ങൾക്ക് ആരും തന്നെ ഇല്ല. ഭിക്ഷ അയച്ചു കിട്ടുന്നത് കൊണ്ട് അതുങ്ങൾ കഴിയുന്നത്. വളരെ ദയനീയമാണ് അതുങ്ങളുടെ അവസ്ഥ. അല്ലേലും നിന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ. അതെ, ഉച്ചയ്ക്ക് വിശന്നിരിക്കുന്ന ടീനേജൊന്നും മറന്നിട്ടില്ല. എന്തോ ഞാൻ അങ്ങനെയാണ്. എന്റെ ജീവിതത്തിൽ നിന്ന് അതൊട്ട് മാറാനും പോകുന്നില്ല. നീ അടിച്ചു പൊളിച്ച് നടക്കുന്ന സമയത്താണ് ഓരോ കാര്യത്തിലും ചാടുന്നത്. അതെ, നമ്മളെയൊക്കെ ആരെങ്കിലും പിടിച്ചേൽപ്പിച്ചാൽ ഇതുവെല്ലാം നടക്കുമോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഞങ്ങൾ അറിഞ്ഞു. വീണ്ടും കാണാം. ശരി കേട്ടാ. ഗോപാലേട്ടാ, ചേട്ടാ ഒരു സെറ്റ്. ഗോപാലേട്ടാ, എങ്ങനെ പോകുന്നു കച്ചവടവും ബിസിനസ്സും ഒക്കെ? എന്റെ അപ്പോയി എന്തോന്ന് ബിസിനസ് എന്തോന്ന് കച്ചവടം, ഒരുവിധമൊക്കെ തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോകുന്നതാവേ. ഈ പറഞ്ഞൊരു ആത്മാർത്ഥമായിട്ട് ഗോപാലേട്ടാ, മനസമാധാനത്തോടെ ജീവിക്കുന്നൊരു മനസ്സിൻ്റെ ആത്മാർത്ഥം. പക്ഷെ എൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് മരുഭൂമിയിൽ ഒരു സമാധാനമില്ലാത്തൊരു ജീവിതം. അപ്പോൾ ഇനി എന്നാ അപ്പോ തിരിച്ചു പോക്ക്? ഗോപാലേട്ടാ,
25 വർഷം മരുഭൂമിയിൽ വീടിനും വീട്ടുകാർക്കും വേണ്ടി ജീവിച്ചു. ഇനി അല്പം വിശ്രമം. അപ്പോൾ ഇനി തിരിച്ചു പോക്കില്ല. നന്നായി മോനെ, ഇനിയെങ്കിലും നിന്നെ നാട്ടിൽ കാണാമല്ലോ. ഞാൻ ഇന്നലെ എത്തി. എന്തൊക്കെ ഉണ്ടാ വിശേഷങ്ങൾ? ജോലിയും കാര്യങ്ങൾ പോകുന്നു. സുഖം തന്നെയല്ലേ? എന്ത് പറയാനാ അപ്പൂട്ടേട്ടാ, കിട്ടുന്നത് കൂടുതൽ ചെലവാ. പിന്നെ എങ്ങനെ തന്നെ അവിടെ 2 സീറ്റ് സാർ. ഇനിയിപ്പോ അപ്പുക്കുട്ടൻ എന്നെ പേടിക്കാനാ? ഒരാഴ്ച കഴിയാനുള്ളത് മുഴുവൻ സമ്പാദിച്ചിട്ടില്ലേ? എൻ്റെ സലീമേ, ഗൾഫിൽ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. നല്ല ശരിക്കും കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ടാലേ ഈ പറഞ്ഞ സാധനം കിട്ടുള്ളൂ. അല്ലെങ്കിൽ തന്നെ നന്നായി ജീവിക്കണമെങ്കിൽ ഗൾഫിൽ പോയി കഷ്ടപ്പെടണമെന്നില്ല. നമ്മുടെ നാട് തന്നെയാണ് നല്ലത്. അവനവൻ്റെ വരുമാനം അനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം, അത്രേ ഉള്ളൂ. എൻ്റെ അപ്പുവേട്ടാ, എത്ര ശ്രദ്ധിച്ചാലും കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് 5 പൈസ മിച്ചം വയ്ക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. നമ്മുടെ ജീവിത സാഹചര്യം അതാണ്. ഇവിടെ ആർഭാടങ്ങൾക്കും ആഘോഷങ്ങൾക്കും വേണ്ടി നമ്മൾ ചിലവാക്കുന്ന പണത്തിന് വല്ല കണക്കുണ്ട്. ഇതൊക്കെ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഒരു പരിധി വരെ അത് നിയന്ത്രിച്ചാൽ നമ്മുടെ ജീവിതം നമ്മുടെ നിയന്ത്രണത്തിലാവും. അതാ ഞാൻ പറയുന്നത്. ഇവിടെ ഞാൻ ജീവിച്ചത് എൻ്റെ വീടിനും വീട്ടുകാർക്കും വേണ്ടി. ഇനിയിപ്പോൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിച്ചാന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഒരായുസിൻ്റെ മുഴുവൻ മരുഭൂമിയിൽ തീർത്ത് നാട്ടിലെത്തിയാൽ ആർക്കും വേണ്ടാത്ത അതാടാ പ്രവാസി. പിന്നെ അപ്പുവേട്ടാ, ഞങ്ങളൊക്കെ ഇല്ലേ? നീ വിഷമിക്കണ്ട മോനെ, എല്ലാത്തിനും തണലായി നിനക്കൊരു മോളുണ്ടല്ലോ, അത് മതി. അരി, പഞ്ചസാര, തേയില, പയറ്, പരിപ്പ്, മുളക് പൊടി, കടുക്, വെളിച്ചെണ്ണ, റാട്ട, റവ, ഇത് സാധനം കുറേ ഉണ്ടല്ലോ. ആദ്യം തരാനുള്ള കാശും കിട്ടുക, എന്നിട്ട് സാധനം തരാം. അത് പിന്നെ തരാന്ന് പറഞ്ഞു. അത് പറ്റില്ലല്ലോ മോനെ, ഇപ്പോൾ തന്നെ ഒരുപാട് പൈസ തരാനുണ്ട്. അതാര് തരും? അത് ഞാൻ തരും. ചേട്ടൻ സാധനം നീയോ? അത് നല്ല കഥയായി. നിനക്ക് എവിടെ നിന്നാ കാശ്? ആദ്യം കാശ് കൊണ്ടുപോവാ, എന്നിട്ട് നിനക്ക് സാധനം തരാം. നീ ഏതാ? അല്ല, അപ്പുവേട്ടനെ അറിയില്ലേ? ഇത് നമ്മുടെ സഹായ മാധവന്റെ മകനാ. സഹായമാക്കണം മോനാ. അതെ അപ്പുവേട്ട, എന്തിനും ഏതിനും സഹായ സമയത്തുനിന്ന് നമ്മുടെ മാധവേട്ടൻ്റെ മകനാണ്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം കൊണ്ടാണ് ഇവരുടെ ജീവിതം കഴിഞ്ഞു പോണത്. കഷ്ടം. കേട്ടോ, ഇതിലുള്ള എല്ലാ സാധനവും എനിക്ക് കൊടുത്തു. പൈസയുടെ കാര്യത്തിൽ വിഷമിക്കില്ല, ഞാൻ തരാം. മാധവേട്ടൻ്റെ പഴയ കടം എത്രയാണെന്നോ അത് ഞാൻ തന്നു. ഈ ലിസ്റ്റിൽ പറഞ്ഞ സാധനം എല്ലാം ഉണ്ട് കേട്ടോ മക്കളെ. ഇത് സൂക്ഷിച്ചു കൊണ്ടുപോകണം. നമുക്ക് മാധവേട്ടൻ്റെ വീട് വരെ ഒന്ന് പോവാം.